പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയും അവരെ ഉന്നതർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്തു എന്ന കേസിൽ 2019 ജൂലൈയിൽ അമേരിക്കയിൽ അറസ്റ്റിലായി ഒരു മാസത്തിനകം ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ സ്വാഭാവിക മരണം വരിക്കുകയോ ചെയ്ത ആളാണ് ജെഫ്രി എപ്സ്റ്റീൻ. ഈ ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുകളും അതിന്റെ ഫോട്ടോസും വീഡിയോസും ചാറ്റുകളും കോണ്ടാക്ട് ലിസ്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന വിപുലമായൊരു ശേഖരത്തെയാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 3 ദശലക്ഷത്തിലധികം പേജുകൾ, 2000 വീഡിയോസ്, 2 ലക്ഷം ഫോട്ടോസ്, ചാറ്റുകൾ, കോണ്ടാക്ട് ലിസ്റ്റുകളെല്ലാം ഉൾപ്പെടുന്ന വിപുലമായ വിവരങ്ങളുടെ ഒരു ശേഖരം. ഈ എപ്സ്റ്റീൻ ഫയൽസ് ആണ് US സർക്കാർ ഈ അടുത്ത് പുറത്തുവിട്ടിട്ടുള്ളതും ലോകത്താകമാനം വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുള്ളതും. അതിന്റെ ഭാഗമായി ഇന്ത്യയിലും രാഷ്ട്രീയപരമായ വൻ വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉന്നതരായ ഡൊണാൾഡ് ട്രംപ്, ആൻഡ്രൂ രാജകുമാരൻ, പോപ്പ് മാന്ത്രികൻ മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെയുള്ള പേരുകൾക്കൊപ്പം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവാദങ്ങളുടെ കാരണം. 2017 നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിച്ചത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് ഈ എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ള രീതിയിലാണ് വിവാദങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഏതായാലും ഇത്രയും വിവാദപരമായിട്ടുള്ളൊരു ലിസ്റ്റിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വന്നു എന്നുള്ളത് വലിയ നാണക്കേട് തന്നെയാണ്. ഇനിയും ഈ എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് ഏതെല്ലാം വമ്പൻ സ്രാവുകളുടെ പേരുകളാണ് പുറത്തു വരാനുള്ളത് എന്നും എന്തെല്ലാം വിവാദങ്ങളാണ് ഉയരാൻ പോകുന്നത് എന്നും നമുക്ക് കാത്തിരിക്കാം.